ആസാദ് സമാജ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ചന്ദ്രശേഖർ ആസാദ് രാവൺ നഗീന മണ്ഡലത്തിൽ നിന്നും 1.5 ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. നമുക്കറിയാം, കാൻഷിറാം സ്ഥാപിച്ച പാർട്ടിയായ ബഹുജൻ സമാജ് പാർട്ടി അതിനെ എല്ലാ രീതിയിലും തകർത്ത് മുച്ചൂടം മുടിച്ച് അതിൻ്റെ അന്തസത്ത കെടുത്തി ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി എന്നതിൻ്റെ ഖ്യാതി തന്നെ മാറ്റി അഴിമതിയും സ്വജനപക്ഷപാതവും കാട്ടി ഒടുവിൽ നിരവധിയായ കേസുകളിൽ പെടുമ്പോൾ സ്വന്തം തടി രക്ഷിച്ചെടുക്കാൻ വേണ്ടി അവർ ചെയ്ത വലിയ രീതിയിലുള്ള ജനങ്ങളോടുള്ള വെല്ലുവിളി. BJPയുടെ ബി ടീമായി മായാവതി എന്ന നേതാവ് പ്രവർത്തിച്ചപ്പോൾ നഷ്ടപ്പെട്ടത് അവരുടെ ഐഡൻറ്റിറ്റി മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ കാൻഷിറാം എന്ന വലിയ മനുഷ്യൻ്റെ പേര് അനാവശ്യമായി വലിച്ചഴക്കപ്പെടുന്ന ഈ മഹത്തായ പാർട്ടിയെ നശിപ്പിച്ചു എന്ന് BSPയുടെ അനുകൂലികൾ പറഞ്ഞ് ശപിച്ചുകൊണ്ട് ഇറങ്ങുന്ന ഒരു കാഴ്ച. അവിടെയാണ് BSPയുടെ ഉറച്ച കോട്ടയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗീന മണ്ഡലത്തിൽ പോലും ചന്ദ്രശേഖർ ആസാദ് രാവൺ എന്ന യുവത്വത്തിൻ്റെ പ്രസരിപ്പുള്ള നേതാവ് ജയിച്ചത്. നമുക്കറിയാം, BJPക്ക് എന്നും തലവേദന സൃഷ്ടിച്ച ഒരു വ്യക്തി തന്നെയാണ്. പൗരത്വ നിയമ ഭേദഗതി വിഷയങ്ങളിൽ ഉൾപ്പെടെ നിരവധിയായ വിഷയങ്ങളിൽ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ രാജ്യം മുഴുവൻ കയ്യടിയോടെ അദ്ദേഹത്തിനെ വരവേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചന്ദ്രശേഖർ ആസാദിൻ്റെ വിജയം എന്നത് പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ ഏറ്റവും വലിയ തിരിച്ചുവരവിന് ഒരു കാതലായ കാരണമായി തന്നെ പറയാൻ കഴിയുന്ന വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചന്ദ്രശേഖർ ആസാദ് രാവൺ വിജയിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. BSPയുമായി ഒരു രീതിയിലും താൻ അടുക്കുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, അവിടെ BSP അതിദയനീയമായ പരാജയം ഏറ്റുവാങ്ങി BSPയുടെ കോട്ടകുത്തളം തകർത്തു ദൂരെ എറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണ BSP സ്ഥാനാർത്ഥി മത്സരിച്ചത് സമാജ്വാദി പാർട്ടിയുടെ കൂടി സഹായത്തോടെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BSPക്ക് 10 ലോക്സഭാ സീറ്റുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ അതും സമാജ്വാദി പാർട്ടിയുടെ കൂടെ നിന്നിട്ടാണ്. ഇക്കുറി BSPക്ക് ഒരിടത്തും 2ാം സ്ഥാനത്ത് പോലും എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും ദയനീയമായ പ്രകടനം എന്ന് പറയേണ്ടത്. 37 സീറ്റുകളുമായി സമാജ്വാദി പാർട്ടി BJPയുടെ ടാലിയെ മറികടന്നു എന്നുള്ളത് ഉത്തർപ്രദേശിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ തന്നെ വേറിട്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ നഗീന മണ്ഡലത്തിൽ വിജയിച്ചു കയറിയ ഒരു വ്യക്തി എന്ന രീതിയിൽ ചന്ദ്രശേഖർ ആസാദ് രാവൺ ജ്വലിച്ചു നിൽക്കുകയാണ്.